ഈശോമിശിഹായിരിക്കട്ടെ. നമ്മൾ ഈ പരമ്പരയുടെ 9ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ ഈ പരമ്പര തുടങ്ങുവാൻ ഒരു പ്രചോദനം കിട്ടി എന്നതിനെ കുറിച്ചാണ്. എനിക്ക് തന്നെ അത് ആലോചിക്കുമ്പോൾ നമ്മൾ സാധാരണ സ്വപ്നത്തിൽ കാണുന്നത്, നമ്മുടെ മനസ്സിൽ സ്വപ്നമായി സൂക്ഷിക്കുന്നത്, അത് സാധ്യമാകുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് സ്വപ്ന സാക്ഷാത്കാരമെന്നാണ്. പക്ഷേ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒന്ന് നടക്കുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് അതിസ്വാഭാവിക തലത്തിലുള്ളത് സ്വാഭാവിക തലത്തിലേക്ക് വരുന്നു എന്നാവാം. ഇതിൻ്റെ തുടക്കം ഒരുപക്ഷെ ഒരു പുൽക്കൂട് ഞങ്ങൾ ഉണ്ടാക്കുവാനിടയായി. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പുൽക്കൂട്. പക്ഷെ അത് സന്ദർശിച്ച പലരും, പ്രത്യേകിച്ച് പീറ്റർ പിതാവും അതുപോലെ ജോർജ് നരിക്കുഴി അച്ഛനും എല്ലാം അതിനെ അഭിനന്ദിച്ചു. അതിനെന്തോ സവിശേഷതയുള്ളതായി പറഞ്ഞു. അത് ഞങ്ങൾക്കൊരു ചിത്രീകരണം ഉണ്ടാക്കുവാനും ചെറിയൊരു വീഡിയോ അതിനെക്കുറിച്ച് ഉണ്ടാക്കുവാനും ഇടയായി. ഇത് കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം വന്നു, ഇനി എന്ത്, നമുക്ക് ഇതൊരു പരമ്പരയായി തുടങ്ങിയാലോ? അങ്ങനെയാണ് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത ഒരു എപ്പിസോഡായി തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചത് തന്നെ. അപ്പം എന്നെയാണ് നോക്കിയത്. കാരണം ഞാൻ ഒരു തരം വിശ്രമ ജീവിതം, ധാരാളം സമയമുണ്ട്. മാത്രമല്ല ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒരുപക്ഷെ യോഗ്യതയായിട്ട് തോന്നിയേക്കാം. പക്ഷെ അയോഗ്യതയുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. ഓർത്ത് ക്രോഡീകരിക്കുവാനുള്ള ബുദ്ധിമുട്ട്, രണ്ടക്ഷരം കൂട്ടി എഴുതുവാൻ കൈ വഴങ്ങാത്ത അവസ്ഥ, ഇതെല്ലാം ധാരാളം അയോഗ്യതകളായിട്ടുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു കാര്യം ഇതാണ്. ബഹുമാനപ്പെട്ട ലൂയിസ് കൊടുപ്പുന്ന അച്ഛൻ ഇത് തുടങ്ങുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി. പക്ഷെ അച്ഛനല്ല അത് പൂർത്തീകരിക്കുന്നത്, ബഹുമാനപ്പെട്ട മാർട്ടിൻ മേരി അമ്മയിൽ കൂടിയാണ്. അതുപോലെ തുടങ്ങി വെക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രം ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് അതിസുന്ദരമായി ദൈവം തന്നെ വ്യക്തികളിൽ കൂടി അതിനെ പൂർത്തീകരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇത് തുടങ്ങുന്നത് തന്നെ. ഇത് തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട സിബി മാത്യൂസ് IPS സാറിനെയും ബഹുമാനപ്പെട്ട ജോർജ് ഇരമ്പയം പ്രൊഫസറെയും വിളിച്ചു. അതുകൂടാതെ കുത്തറപ്പള്ളിയിലുള്ള ആരാധനാ സമൂഹത്തെ നേരിട്ട് സന്ദർശിച്ചു. കാരണം അവരുടെ എല്ലാം അനുഗ്രഹങ്ങളും എല്ലാം ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇതൊക്കെയാണ് തുടക്കം. പക്ഷേ ഒരുപക്ഷെ എൻ്റെ സ്വാർത്ഥപരമായിട്ടുള്ള ഒരു ചിന്തയും കൂടി ഇതിനകത്തുണ്ടാവാം. ഞാൻ വായിച്ചിട്ടുണ്ട്, വിശുദ്ധനായ ജോൺ ഓഫ് ദി ക്രോസ് അങ്ങേരുടെ അവസാന കാലത്ത് അങ്ങേര് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അങ്ങേര് സുവിശേഷത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഉത്തമഗീതം, അതുപോലെ താൻ തന്നെ രചിച്ച സ്നേഹഗീത, ഇത് രണ്ടും കേട്ട് അങ്ങേർക്ക് മരണത്തിലേക്ക് കടക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അതുപോലെ ഞാനും വിചാരിച്ചത് ഇത് തന്നെയാണ്. വിശുദ്ധ ജോണിൽ കൂടി കർത്താവ് തന്ന ആ സുവിശേഷവും വാൾത്തോർത്തായി കൂടി നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയും അവസാന കാലങ്ങളിൽ ഒന്നും വായിക്കാൻ പോലും മേലാത്ത അവസരത്തിൽ കേട്ട് ധ്യാനിച്ച് ആ ഒരു കടന്നുപോക്കൽ ഇതായിരിക്കാം എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ തരണം ചെയ്യുവാൻ
ദൈവം തന്ന ഒരു തീഷ്ണത. ഇവിടെ നമുക്കൊരു കൊച്ചു കഥ അതിനെക്കുറിച്ച് ധ്യാനിക്കാൻ ശ്രമിക്കാം. കുഞ്ഞുകറിയാച്ചൻ്റെ ആ വ്യവസായം, അതിനെക്കുറിച്ചാണ്. കുഞ്ഞുകറിയാച്ചന് ഒന്നും രണ്ടും കൂട്ടാൻ പോലും അറിയില്ലാത്ത, അത്രമാത്രം പഠനത്തിലും എല്ലാം പിന്നോക്കമായ ഒരു ബാലൻ. അവനെ അപ്പൻ ഒന്നിനും കൊള്ളാത്തവനെന്നും പറഞ്ഞ് പുറത്തോട്ട് പറഞ്ഞു വിടുകയാണ്. നീ എൻ്റെ മകനെന്ന് വിളിക്കാൻ യോഗ്യനല്ല, നീ മാറിപ്പോക്കോ. അപ്പം അമ്മ അവനെ വളരെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞു, അവൻ്റെ കൂടെ ഞാനും പോകും. കുഞ്ഞുകറിയാച്ചന് കിട്ടിയ വീതം ബിസിനസ്സുകാരനായ ഔസേപ്പിയേട്ടൻ കൊടുത്തത് 1000 തോർത്ത്. അതുകൊണ്ട് നീ എങ്ങനെങ്കിലും ഉപജീവനം നടത്തിക്കോ, തിരിച്ച് വീട്ടിലോട്ട് വരണ്ട. ഈ 1000 തോർത്ത്, ഒരു തോർത്തിന് അന്നത്തെ വില 1 രൂപ 5 അണ. പക്ഷേ അതുപോലും ഈ കുഞ്ഞുകറിയാച്ചൻ ചോന് കേട്ടില്ല. അപ്പൻ കൈവച്ച് കാണിച്ച ആ 5 അണ അത് മാത്രം അവൻ്റെ മനസ്സിൽ തങ്ങി. അപ്പൻ്റെ കയ്യിൽ 6 വിരൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ വിചാരിച്ചു 6 അണയാണ്. അങ്ങനെ അവൻ ആ കച്ചവടം തുടങ്ങി. നിമിഷ നേരം കൊണ്ട് അതെല്ലാം വിറ്റഴിഞ്ഞു. 1 രൂപ 5 അണയുടെ തോർത്ത് അവൻ 6 അണയ്ക്ക് വിറ്റ് തീർത്തപ്പോൾ നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത്. പക്ഷേ അത് വലിയ നന്മയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു അനുഭവം. അടുത്ത് കെട്ടിക്കിടന്ന പല സാധനങ്ങളും പലരും ഇവൻ്റെ അടുത്തേക്ക് ആൾക്കാർ വരുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ട് കൊടുത്തു. ആ ദിവസം തന്നെ അവൻ ഒരു പുതിയ വീട് വാങ്ങിക്കാനുള്ള പണമുണ്ടാക്കി. ഇതായിരുന്നു കുഞ്ഞുകറിയാച്ചൻ്റെ സ്പിരിച്വാലിറ്റി, ആത്മീയത. എനിക്ക് തോന്നുന്ന ദൈവവും ഈശോയും നമ്മൾ ആഗ്രഹിക്കുന്ന ഈ സ്പിരിച്വാലിറ്റി തന്നെയാണ്. ചെറിയ ലാഭം, അതിൽ കൂടി വലിയ വലിയ മേന്മകൾ. ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹതയിൽ കൂടി കണ്ണോടിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്നതും കൊച്ചു കൊച്ചു സംഭവങ്ങൾ കൂടി ദൈവം നമ്മളെ വളർത്തുന്ന വലിയ അനുഭവം. അതിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ സമർപ്പിക്കാം.